അതേപോലെ തന്നെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ശങ്കരനാരായണനെ പോലെയുള്ള ആളുകൾ മുന്നിലേക്ക് വരണം. ഷഹബാസിൻ്റെ അച്ഛൻ്റെ അടുത്തും എനിക്ക് തന്നെ പറയാനുള്ളത്. അതുപോലത്തെയുള്ള വിഷയങ്ങൾ ഈ പറയുന്ന ഈ 6 വയസ്സുകാരനെ കൊന്നെടുത്തും അവരുടെ വീട്ടുകാർക്കും ഇതേ രീതിയിൽ വരാം. അന്ന് പക്ഷേ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ തന്തയില്ലായ്മ നിറകേടൊന്നും ഇന്നത്തെ സർക്കാർ കാണിച്ചിട്ടില്ല. അന്ന് 2002 ഇവനെ കൊലപ്പെടുത്തുന്ന സമയത്ത് അതിനുശേഷം ശങ്കരനാരായണനാണ് കൊലപ്പെടുത്തിയെന്നുള്ള കേസ് വന്നു. മഞ്ചേരിക്കാർ വലിയ ഞെട്ടലോടുകൂടിയാണ് അത് കണ്ടത്. കാരണം മഞ്ചേരിക്കാരെല്ലാം കണ്ടത് ശങ്കരനാരായണൻ ഈ പറയുന്ന മുഹമ്മദ് കോയയൊക്കെ വലിയ സൗഹൃദത്തിലായിട്ട് നടക്കുന്നതാണ്. അതിന് പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ മുഹമ്മദ് കോയ മരണപ്പെടുകയും അത് ശങ്കരനാരായണനാണെന്ന് അറിയുമ്പോഴും ഈ ജനങ്ങളൊരു ഞെട്ടലായിരുന്നു. പോലീസുകാർ അറസ്റ്റ് ചെയ്തു, ശങ്കരനാരായണനെ ജയിലിലാക്കി, കോടതി പോയി, ഹൈക്കോടതി ശങ്കരനാരായണനെ വെറുതെ വിട്ടു. ആ വെറുതെ വിട്ടതിൻ്റെ ഫലമായിട്ട് നീട്ടി വളർത്തിയ താടിയുമായി അദ്ദേഹം വീട്ടിലെത്തി താടികളെല്ലാം വെട്ടുമ്പോൾ സ്ഥിരമുള്ള കേൾക്കാറുള്ള ക്ലീശകൾ കേൾക്കുകയുണ്ടായി. അതായത് നിയമം ആരും കയ്യിലെടുക്കുക എന്നുള്ളത്. അത് അദ്ദേഹം ഒരു പുഞ്ചിരിയോടുകൂടി മാത്രമാണ് കണ്ടതെന്നുള്ളതൊക്കെ വാർത്തയിലൊക്കെ ഞാൻ കണ്ടതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി, ഒരുപാട് റെസ്പെക്റ്റ് തോന്നിയ ഒരു വ്യക്തി തന്നെയാണ് ശങ്കരനാരായണൻ എന്ന് പറയുന്നത്. കാരണം തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വിപത്ത് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ചോദ്യം